നമസ്കാരം. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച പുതിയ നിർദ്ദേശങ്ങൾ തള്ളി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ ഗൗരവതരമാണ് എങ്കിലും അവ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുകയില്ല എന്നാണ് പുടിൻ്റെ അഭിപ്രായം. ഇക്കാര്യം തന്നെയാണ് ഇപ്പോൾ റഷ്യൻ സർക്കാരും സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 3 വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ പ്രസിഡൻ്റായാൽ മുൻകൈ എടുക്കുമെന്നും അതിൽ വിജയിക്കുമെന്നുമൊക്കെ തന്നെ ട്രംപ് പലതവണ പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ട്രംപ് മുൻകൈ എടുത്ത് ഇരു രാജ്യങ്ങളുമായൊക്കെ തന്നെ പലതവണ ചർച്ച നടത്തി പല നിർദ്ദേശങ്ങളും മുന്നോട്ട് വച്ചിരുന്നു എങ്കിലും ഇപ്പോഴും യുദ്ധത്തിന് ഒരു വിരാമം ആകാതെ തുടരുന്നത് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അഭിമാനത്തിൻ്റെ പ്രശ്നമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പുടിനെയും സെലൻസ്കിയെയും ഒരുപോലെ രൂക്ഷമായി വിമർശിച്ചത്. ഈ രണ്ടുപേരും യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. കൂടാതെ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ അദ്ദേഹം പേരെടുത്ത് പറഞ്ഞ് വിമർശിക്കുകയായിരുന്നു. അമേരിക്കയുമായി ഉണ്ടാക്കിയ ധാതു കരാർ, അതായത് അമേരിക്കയ്ക്ക് നേരത്തെ അവർ നൽകിയ ആയുധ സഹായത്തിന് പകരമായി നൽകേണ്ടുന്ന ധാതുക്കളുടെ കൈമാറ്റം സംബന്ധിച്ച കരാർ ഒപ്പുവയ്ക്കുന്നത് സെലൻസ്കി നീട്ടിക്കൊണ്ടു പോവുകയാണ് എന്നും ട്രംപ് ആരോപിച്ചിരുന്നു. റഷ്യൻ വിദേശകാര്യ ഡെപ്യൂട്ടി മന്ത്രി സെർജി റിയാബ്കോവ് പറയുന്നത് ട്രംപ് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊക്കെ നല്ലത് തന്നെയാണ്, പക്ഷേ നിലവിലെ സാഹചര്യങ്ങളിൽ അത് ഒരു കാരണവശാലും നടപ്പാക്കാൻ കഴിയുകയില്ല എന്നാണ്. അതിനിടെ ഇപ്പോഴും റഷ്യയും യുക്രൈനും തമ്മിലുള്ള പോരാട്ടം തുടരുക തന്നെയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ രൂക്ഷമായ പോരാട്ടമാണ് നടന്നത്. റഷ്യ കഴിഞ്ഞ ദിവസം യുക്രൈനിലേക്ക് നിരവധി ഡ്രോണുകളാണ് അയച്ചത്. 5 മാസത്തിന് ശേഷം ഏറ്റവും അധികം ഡ്രോണുകളാണ് ഈ സമയത്ത് റഷ്യ യുക്രൈനിലേക്ക് അയച്ചത്. അന്ന് യുക്രൈൻ ആകട്ടെ റഷ്യ അയച്ച പല മിസൈലുകളും തകർത്തതായിട്ടാണ് അവകാശപ്പെടുന്നത്. 30 ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ട്രംപിൻ്റെ നിർദ്ദേശമാണ് പുടിൻ ഫലത്തിൽ ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുന്നത്. കൂടാതെ കരിങ്കടലിലൂടെ ചരക്ക് കപ്പലുകൾക്ക് സുരക്ഷിതമായി കടന്നു പോകുന്നതിനായി ആ മേഖലയിലും വെടിനിർത്തൽ ആവശ്യമാണ് എന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ റഷ്യ ഈ ഒരു ആവശ്യവും ഇപ്പോൾ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നും അവരുടെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നിരന്തരമായി ആക്രമണം നടത്തുകയാണ് എന്നുമാണ് ട്രംപ് കുറ്റപ്പെടുത്തുന്നത്. ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ചുമതലയേറ്റതിന് തൊട്ട് പിന്നാലെ തന്നെ വ്ളാഡിമിർ പുടിനുമായി അദ്ദേഹം ഏതാണ്ട് 1.5 മണിക്കൂറോളമാണ് ഫോണിൽ സംസാരിച്ചത്. അന്ന് ഇത് വലിയൊരു വാർത്തയായി മാറുകയൊക്കെ തന്നെ ചെയ്തിരുന്നു. താൻ ഉറപ്പായും ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടുപിടിക്കും എന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. പിന്നീട് ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും പുടിനുമായി ഫോണിൽ 2 മണിക്കൂറോളം ചർച്ച നടത്തിയിരുന്നു. അപ്പോഴും ട്രംപ് ശുഭാപ്തി വിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. തനിക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്നാണ് പറഞ്ഞത്. എന്നാൽ പുടിനാകട്ടെ അമേരിക്കയുടെ എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിലേക്ക് തന്നെയാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രംപ് കഴിഞ്ഞ ആഴ്ച മറ്റൊരു മുന്നറിയിപ്പ് നൽകിയിരുന്നു. റഷ്യയുടെ മേൽ പല തരത്തിലുള്ള ഉപരോധങ്ങളും തങ്ങൾ ഏർപ്പെടുത്തുന്ന കാര്യം ആലോചിക്കുകയാണെന്നും, കൂടാതെ എണ്ണ കയറ്റുമതി സംബന്ധിച്ചുമൊക്കെ തന്നെ ആ മേഖലയിലും റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്ക നീക്കം നടത്തുന്നതായി സൂചനയുണ്ട്. ഏതായാലും റഷ്യ അമേരിക്കൻ ബന്ധം ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ വഷളാവുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. യുദ്ധമാകട്ടെ ഒരു തരത്തിലും അവസാനിക്കാതെ ഇപ്പോഴും തുടരുകയും ചെയ്യുകയാണ്.